ഇന്ത്യ വലിയ തോതിലുള്ള സുരക്ഷാ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ കണ്ട് പാകിസ്ഥാനും സൈനികാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ധാക്കയിൽ സൈനികാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്, സുരക്ഷാ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബംഗ്ലാദേശ് തലസ്ഥാനമാണ് ധാക്ക എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ അഭ്യാസം അവിടെ നടക്കുന്നുണ്ട്. തലസ്ഥാനത്ത് അശാന്തി ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ധാക്ക ലോക്ക്ഡൌൺ പരിപാടിക്ക് മുന്നോടിയായി ബംഗ്ലാദേശ് പോലീസ് ശനിയാഴ്ച തലസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഏകോപിത സുരക്ഷാ പരിശീലനമാണ് നടത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി നവംബർ 13 ധാക്ക ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ള അക്രമാസക്തമായിട്ടുള്ള തെരുവ് പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനിസിന്റെ വസതി ഉൾപ്പെടെ 142 സ്ഥലങ്ങളിൽ നടത്തിയ ഡ്രില്ലിൽ ഏകദേശം 7000 പോലീസുകാർ പങ്കെടുത്തതായി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിലെ അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് നിരവധി പത്രങ്ങളാണ് ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 15 മാസമായി പോലീസ് ഡ്യൂട്ടിയിലായിരുന്ന സൈന്യം വിശ്രമവും പരിശീലനവും ആവശ്യമാണെന്ന് പറഞ്ഞ 60,000 സൈനികരിൽ പകുതി പേരെയും പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ അധിക സേനയെ പുനർവിന്യസിച്ചുകൊണ്ട് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതിന് 3 ദിവസത്തിന് ശേഷമാണ് പോലീസിന്റെ ഈ അഭ്യാസവും നടക്കുന്നത്. നവംബർ 13 ധാക്കയിലുടനീളം പോലീസ് സാന്നിധ്യം വർദ്ധിച്ചതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തലസ്ഥാന നിവാസികൾക്കിടയിലും ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ അവർക്കെതിരെ വിധി പ്രഖ്യാപിക്കാനുള്ള തീയതി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ അവാമി ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. സുരക്ഷാ പരിശീലനത്തെക്കുറിച്ച് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത് തലസ്ഥാനത്തുടനീളമുള്ള പ്രധാന കവലകളിൽ സ്റ്റീൽ ഹെൽമറ്റുകളും ബോഡി ആർമറുകളും ഉൾപ്പെടെ കലാപകാരികളെ അടിച്ചമർത്താൻ പോലീസുകാരുടെ ഒരു വലിയ സംഘത്തെ കാണപ്പെട്ടു. ബാഗ് പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും കാൽനട യാത്രക്കാരെ തടയുകയും സംശയാസ്പദമായിട്ടുള്ള വാഹനങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിനാൽ DMP ഈ വിന്യാസത്തെ പതിവ് സുരക്ഷാ പരിശീലനം എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ലോകമാധ്യമങ്ങളൊന്നും തന്നെ ഇതിനെ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്തത്. ബംഗ്ലാദേശിൽ ഒരുപക്ഷെ ഒരു കൂട്ടക്കുരുതിക്കുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ പരീക്ഷണം അല്ലെങ്കിൽ ഈ സുരക്ഷാ ക്രമീകരണം നടത്തുന്നത് എന്നാണ് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.